അന്തരിച്ച പ്രമുഖ ചിന്തകനും എഴുത്തുകാരനുമായ പ്രൊഫസർ എം.കെ. സാനുവിന്റെ സംസ്കാരം ഇന്ന് രവിപുരം ശ്മശാനത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് സംസ്കാരം നടക്കും. ന്യൂമോണിയ ബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. വ്യാഴാഴ്ച രാത്രി വീട്ടിൽ വെച്ച് വീണ ഇടുപ്പെല്ലിന് പരുക്കേറ്റതിനെ തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു. പിന്നീട് ആരോഗ്യനില വഷളാവുകയായിരുന്നു. ഛത്തീസ്ഗഡിലെ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി. 9 ദിവസത്തിനു ശേഷമാണ് പുറത്തിറങ്ങുന്നത്. ബിലാസ്പൂരിലെ NIA കോടതിയാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും സിസ്റ്റർ പ്രീതി മേരിക്കും ജാമ്യം അനുവദിച്ചത്. പാലക്കാട് സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശാനന്ദ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 3 അധ്യാപകർക്കെതിരെ കേസെടുത്ത് ശ്രീകൃഷ്ണപുരം പോലീസ്. മുൻ പ്രിൻസിപ്പൽ അടക്കം 3 അധ്യാപകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. മുൻ പ്രിൻസിപ്പൽ ജോയ്സി, അധ്യാപകരായ സ്റ്റെല്ല ബാബു, അർച്ചന എന്നിവർക്കെതിരെയാണ് കേസ്. കഴിഞ്ഞ ജൂൺ 23-നാണ് ആശാനന്ദ ആത്മഹത്യ ചെയ്തത്. ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് മാറ്റമില്ല. മത്സരക്രമം ഔദ്യോഗികമായി പുറത്തുവിട്ട ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസില്. പാർലമെന്റിലെ അടക്കം ഉയർന്ന വിമർശനങ്ങൾ തള്ളി മുന്നോട്ടു പോവാനാണ് തീരുമാനം. സെപ്റ്റംബർ 14-ന് ദുബായിലാണ് ഇന്ത്യ പാക് മത്സരം. ലെജൻഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യ പാക് സെമി ഫൈനൽ മത്സരം ഉപേക്ഷിച്ചിരുന്നു. സെപ്റ്റംബർ 1 മുതൽ 28 വരെയാണ് ടൂർണമെന്റ്. ACC അധ്യക്ഷനും പാക് ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മുഹ്സിന് നഖ്വി എക്സിലൂടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. കേരള സ്റ്റോറിക്ക് അവാർഡ്. ഇന്ത്യൻ സിനിമയുടെ മഹത്തായ പൈതൃകം അപമാനിക്കപ്പെട്ടെന്ന് മുഖ്യമന്ത്രി. സിനിമ കോൺക്ലേവിന് തുടക്കം. കേരള സ്റ്റോറിക്ക് ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചതിൽ വീണ്ടും നിശിത വിമർശനം ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ സിനിമയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകമാണ് ഇതിലൂടെ അപമാനിക്കപ്പെടുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം ചലച്ചിത്ര മേഖലയുടെ മഹത്വത്തെ ഇടിച്ചു തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. കൊച്ചിയിൽ സിനിമ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർത്ത് അതിനു പകരം വർഗീയത സ്ഥാപിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചലച്ചിത്ര മേഖല ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം. കേരള സമൂഹത്തെ അപകടത്തിൽപ്പെടുത്തുന്ന ഒരു ചലച്ചിത്രവും പുരസ്കാരങ്ങൾക്ക് അർഹമല്ല. ഒരു തരത്തിലും കലയ്ക്കുള്ള അംഗീകാരമായി അതിനെ കണക്കാക്കാൻ കഴിയില്ല. വർഗീയത പടർത്താനുള്ള ഉപാധിയായി ചലച്ചിത്രങ്ങളെ ദുരുപയോഗിക്കുന്നു. സാംസ്കാരിക ദുഷിപ്പിനുള്ള അംഗീകാരമായി മാത്രമേ അതിനെ കാണാൻ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിലെ മുരളി മന്ദിരത്തിലെ BJP സംസ്ഥാന ഡിവിഷന് സമ്മേളനം. യോഗത്തിൽ പങ്കെടുത്ത് പത്മജ വേണുഗോപാൽ. നാട്ടിലെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുണ്ടെങ്കിൽ അത് BJPയാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഏതൊരു മലയാളിക്കും സഹായം ആവശ്യമുണ്ടെങ്കിൽ മറ്റു പരിഗണനയൊന്നുമില്ലാതെ ഒറ്റക്കെട്ടായി ചെയ്യുകയെന്നതാണ് BJPയുടെ രീതിയെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ നടന്ന BJP സംസ്ഥാന ഡിവിഷന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടിലെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുണ്ടെങ്കിൽ അത് BJPയാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഏതൊരു മലയാളിക്കും സഹായം ആവശ്യമുണ്ടെങ്കിൽ മറ്റു പരിഗണനയൊന്നുമില്ലാതെ ഒറ്റക്കെട്ടായി ചെയ്യുകയെന്നതാണ് BJPയുടെ രീതിയെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ നടന്ന BJP സംസ്ഥാന ഡിവിഷന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുക്കു പരമേശ്വരൻ അമ്മ ജനറൽ സെക്രട്ടറിയായാൽ അംഗങ്ങളെ ഭീഷണിപ്പെടുത്താൻ സാധ്യത. അമ്മ തെരഞ്ഞെടുപ്പിൽ കുക്കു പരമേശ്വരന് മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് പൊന്നമ്മ ബാബു. ഹേമ കമ്മിറ്റിക്ക് മുൻപ് അമ്മയിലെ സ്ത്രീകൾ ഒരുമിച്ചുകൂടി സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. കുക്കു പരമേശ്വരനാണ് ഈ യോഗത്തിന് മുൻകൈയെടുത്തത്. ഇത് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. യോഗശേഷം മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കൈവശം വെച്ചു. ഇടവേള ബാബുവും കുക്കു പരമേശ്വരനും ചേർന്നാണ് ഈ മെമ്മറി കാർഡ് സൂക്ഷിച്ചിരിക്കുന്നത്. ആൺ സുഹൃത്തിന് യുവതി വിഷം കൊടുത്തു കൊന്ന കേസ്. പോലീസ് അന്വേഷണം തുടരുന്നു. യുവതിയുടെ വീട്ടിലടക്കം പരിശോധന. എറണാകുളം കോതമംഗലത്ത് ആൺ സുഹൃത്തിന് യുവതി വിഷം കൊടുത്ത് കൊന്ന കേസിൽ പോലീസ് അന്വേഷണം തുടരുന്നു. ലായനിയിൽ വിഷം കൊടുത്ത് കൊന്നുവെന്ന് മാത്രമാണ് പ്രതിയായ ചേലാട് സ്വദേശിനി അദീന പോലീസിന് മൊഴി നൽകിയത്. എന്ത് ലായനി എന്ന് വ്യക്തമാക്കിയിട്ടില്ല. വിചാരണ അന്തിമഘട്ടത്തിൽ. അടുത്ത മാസത്തോടെ വിധി. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വിചാരണ ഇന്നും തുടരും. നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ വിചാരണ ഇന്നും തുടരും. വാദത്തിനിടെ കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചിരുന്നു. കോടതി സമയം നൽകിയതോടെ പ്രോസിക്യൂഷൻ വാദമാണ് നിലവിൽ തുടരുന്നത്. ഇക്കാര്യങ്ങളിലെ മറുപടി അറിയിക്കാൻ പ്രതിഭാഗത്തിന്റെ വാദവും കോടതിയിൽ നടക്കും. കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലെത്തി. ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് സ്വാഭാവിക നടപടിയാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇതൊരു നടപടിക്രമം മാത്രമാണ്. പെരുമാറ്റച്ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. അച്ചടക്കലംഘനം ഉണ്ടായിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിൽ ഏറെ ശുപാർശകളുണ്ടെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ടുമാരുടെ പർച്ചേസിംഗ് പവർ കൂട്ടണമെന്ന് ധാരണയായിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു.
ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവാസിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. രാവിലെ 8:30-ക്ക് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലുവ ചൂണ്ടിയിലുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും. ഇവിടെ ബന്ധുക്കൾക്ക് മാത്രം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൗകര്യമൊരുക്കും. 4 മണിയോടെ ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിലേക്ക് മൃതശരീരം എത്തിക്കും. തുടർന്ന് 5 മണിയോടെ സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാരം.